ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള വലിയ പറമ്പ ബീച്ചിലേക്കാണ്. എല്ലാ വെക്കേഷനിലും എനിക്ക് ഒരു ദിവസമെങ്കിലും ബീച്ചിൽ പോകണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ഹനീനെയും കൊണ്ട് ബീച്ചിൽ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 21 കിലോമീറ്ററാണ് വലിയ പറമ്പ ബീച്ചിലേക്കുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ബീച്ചിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ ഞങ്ങളതേ വലിയ പറമ്പ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പറമ്പ എന്നുള്ളത് ഒരു ഗ്രാമപഞ്ചായത്താണ്. അത് ആക്ച്വലി ഒരു ഐലൻഡാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിറയെ ബാക്ക് വാട്ടേഴ്സും ബീച്ചും ഒക്കെ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ ഐലൻഡ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടയിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ്. ഈ എടയിലക്കാടും ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നമുക്ക് ഹൗസ് ബോട്ടിംഗ് ഓപ്ഷൻ ഉണ്ട്, വേറെ കുറേ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ സ്ഥലം നമുക്ക് ഇനിയൊരു പ്രാവശ്യം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം എന്തായാലും നമുക്ക് വലിയ പറമ്പ ബീച്ചിലേക്ക് പോവാം. ഇതാ നിങ്ങൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴി, അതായത് റോഡ് തന്നെ രണ്ട് വശത്തും ബാക്ക് വാട്ടേഴ്സൊക്കെ ആയിട്ട് അത്രയും സീനിക്കായൊരു വഴിയാണ്. അതായത് നമുക്ക് ആ ബീച്ചിലേക്കുള്ള യാത്ര തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ ഇവിടെയും റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ തെങ്ങൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വഴിയാണ്. റോഡൊക്കെ നല്ല റോഡാണ്, വെൽ മെയിൻറ്റെയിൻഡ് റോഡാണ്, കുണ്ടും കുഴിയൊന്നും ഇല്ലാണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തി. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ ആ ഭംഗിയുള്ള കാഴ്ചയും ആസ്വദിച്ചുകൊണ്ട് അവിടെ നിന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഹനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയായി. എനിക്ക് ബീച്ചിലത്തെ മണലിൽ കളിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ അതേ നിങ്ങൾ കണ്ട മാതിരി തന്നെ തീരെ ആൾത്തിരക്കില്ലാത്ത, ബഹളങ്ങളില്ലാത്ത, വളരെ ഭംഗിയുള്ള ക്ലീനായൊരു ബീച്ചാണിത്. രണ്ട് കുഴിയുണ്ടോ? ഞങ്ങളങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹനി ഡ്രസ്സൊക്കെ മാറി കളിക്കാൻ റെഡിയായി വന്നു കേട്ടോ. അതെ, ഹനി മണ്ണിൽ ഇരിപ്പുറപ്പിച്ചു. ഇപ്പോൾ ഈ ബീച്ച് ടോയ്സൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നത് ഹനി ഓർത്ത് വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹനി അതേ ടോയ്സൊക്കെ ആയിട്ട് കളിക്കാൻ റെഡിയായി ഇരിപ്പുണ്ട്. മൂന്നിനോട് വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് അവൻ വെള്ളം എടുക്കാൻ പോയിക്കുന്നതാണ് ആ കാണുന്നത്. അങ്ങനത്തെ ഹനി അവിടുത്തെ കക്കയും ചിപ്പിയൊക്കെ പെറുക്കി വളരെ എൻജോയ് ചെയ്തങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് അല്ലെങ്കിലും ബീച്ച് എന്നുള്ളത് അവളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. ഹനി അവിടെ മണ്ണിൽ കളിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ഡേഞ്ചറസ് ആയ ബീച്ചാണെന്ന് തോന്നുന്നില്ല. എന്തായാലും നല്ല ക്ലീൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ആൾക്കാരും തീരെ ഉണ്ടായില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങൾ ആക്ച്വലി പോയത് ഒരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടാണോ ആൾക്കാർ കുറവൊന്നും അറിയില്ല. ഹനി നോക്ക് ഹനി, ഇതാ സൺസെറ്റ്. ഞങ്ങളൊരു 5:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. ഇത് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചു.
വെള്ളത്തിൽ പോകില്ല, നീ പേടിക്കണ്ട. എനിക്കാ പേടി. അങ്ങനെ അതേ നേരം സന്ധ്യയായി. സൂര്യൻ ഇന്നത്തേക്ക് വേണ്ടി ബൈ ബൈ പറഞ്ഞു. ഞങ്ങളും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ചായക്കടയിലേക്കാണ്. ചായക്കട എന്നത് ചായക്കട മാത്രമല്ല, റെസ്റ്റോറൻറ്റും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. മാറ്റാം.